പിന്നെ എൻ്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ മെയിൻ ചലഞ്ചായിട്ട് വന്നിരുന്നത് സാധാരണ നമ്മൾ PCOS എന്ന് പറയുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനാണല്ലോ നോക്കുക എല്ലാവരും. ഇപ്പോൾ ഒരു 5 kg 7 kg ഒക്കെ റെഡ്യൂസ് ചെയ്യാനാണല്ലോ ശ്രമിക്കുക. എൻ്റെ ഇഷ്യൂ നേരെ തിരിച്ചായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് വെയിറ്റ് കുറയാനും പാടില്ല, എന്നാൽ ഈ ഇഷ്യൂ പോവും വേണം, അതുപോലെയായിരുന്നു. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ പിന്നെ നടക്കുമ്പോൾ എന്തായാലും ആക്ച്വലി ഒരു ആളുടെ വെയിറ്റ് കുറയും, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഈ PCOSന് കുറേ എണ്ണം നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരുമല്ലോ. ഇപ്പോൾ വേനുള്ള ഫുഡ്സ് അല്ലല്ലോ ഇതിൽ. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് വെയിറ്റ് കുറയാനും പാടില്ല, അതേസമയം ഇത് കുറയും വേണം, അങ്ങനെയായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് വെയിറ്റ് കുറയാണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ, റൈസൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ, ഞാൻ ഓൾറെഡി റൈസ് കൺട്രോൾ ചെയ്യുമ്പോൾ വെയിറ്റ് കുറയണ ഒരു ഇതാണ്, ഒരു പ്രകൃതമാണ് എൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഫുഡ്, ഞാൻ കഴിക്കുന്ന ഫുഡും ഇതൊക്കെ ഒന്ന് വേറെ തരത്തിൽ ഇതിന് വേണ്ടി PCOSന് വേണ്ടി കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഞാൻ വെയിറ്റ് നന്നായി കുറയും അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ ഈ എക്സസൈസും അതനുസരിച്ച് നല്ല വർക്കൗട്ട് ഉണ്ടല്ലോ, ഹെവി വർക്കൗട്ടൊക്കെ ആണല്ലോ. പക്ഷേ എന്തോ ഞാൻ ഉദ്ദേശിച്ച പോലെ, പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. വെയിറ്റ് കുറഞ്ഞൊന്നുമില്ല. എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് ഞാനിപ്പോഴും ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ ഹൈറ്റിന് എൻ്റെ ഐഡിയൽ വെയിറ്റ് ഇപ്പോഴും എനിക്ക് ബാലൻസ് ചെയ്യേണ്ട. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഈ PCOSൻ്റെ സാധനം കുറച്ച് എൻ്റെ ബോഡി ഫങ്ഷൻ ഒന്നും കൂടിയും റെഡിയാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നിയിരുന്നു. വെയിറ്റ് കുറയാണ്ട് തന്നെ ഇങ്ങനെ മാറ്റം എനിക്ക് എൻ്റെ കാണാൻ സാധിച്ചല്ലോ. അതൊരു ഗുണമുള്ള കാര്യം തന്നെയായിരുന്നു.